അങ്ങനെ ഹാക്ക് ക്ലബിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റായ സ്റ്റാർ ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർ ഡാൻസിൽ നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഹാക്ക് ക്ലബ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, 13 തൊട്ട് 18 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കോഡ് ചെയ്താൽ ഫ്രീ ആയിട്ട് പ്രൈസസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ജസ്റ്റ് കോഡ് ചെയ്ത് കൊടുത്താൽ മതി, പ്രൈസസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഇവൻ്റാണ് സ്റ്റാർ ഡാൻസ്. അപ്പോൾ ഈ സ്റ്റാർ ഡാൻസിൽ നമുക്ക് എങ്ങനെ കയറാം, എങ്ങനെ അക്കൗണ്ടുകളും കാര്യങ്ങളും എടുക്കാം, അതേപോലെ എൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചുമ്മാ അടന്ന് സംസാരിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഹാക്ക് ക്ലബിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയാൽ ഹാക്ക് ക്ലബിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാക്ക് ക്ലബിൽ ആദ്യം ജോയിൻ ചെയ്തിട്ട് സ്റ്റാർ ഡാൻസിലോട്ട് വരാം. അപ്പോൾ ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഹാക്ക് ക്ലബിൽ ആദ്യം ജോയിൻ ചെയ്യും, എന്നിട്ട് സ്റ്റാർ ഡാൻസിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ കിട്ടും. അല്ലെങ്കിൽ സ്റ്റാർ ഡാൻസിൽ കയറി പിന്നെ ഹാക്ക് ക്ലബിൽ കയറാനുള്ള സ്റ്റെപ്പുകളും വെരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഹാക്ക് ക്ലബിൽ കയറിയ ആൾക്കാരാണെങ്കിൽ സ്റ്റാർ ഡാൻസിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നും അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റാർ ഡാൻസിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഹോം പേജിലോട്ടുള്ള അവിടെ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കുക. ഇമെയിൽ അഡ്രസ്സ് അടിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഹാക്ക് ക്ലബിൽ ലോഗിൻ ചെയ്യാൻ എന്ത് ഇമെയിൽ അഡ്രസ്സാണോ കൊടുത്തത് അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ ഇവിടെ അടിക്കുക. ഓക്കെ, അടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ വെൽക്കം ബാക്ക്. ഓക്കെ, ഇവിടെ ആ ഹാക്ക് ക്ലബിൻ്റെ കണ്ടിന്യൂവേഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഹാക്ക് ക്ലബിൽ അക്കൗണ്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടും, ആ ഒരു ഓതൻറ്റിക്കേഷൻ ഫ്ലോ നിങ്ങൾക്ക് കിട്ടും, ഒരു ഫ്രിക്ഷനും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം പോയി ഹാക്ക് ക്ലബിൻ്റെ അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് സ്റ്റാർ ഡാൻസിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഹാക്ക് ക്ലബിൽ അക്കൗണ്ട് എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെ ചാനലിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിലൊരു 6 ഡിജിറ്റ് കോഡ് വന്നിട്ടുണ്ടെന്ന് പറയും. ജസ്റ്റ് ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇമെയിലാണ് വരിക. ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് കണ്ടിന്യൂ ഓക്കെ അടിക്കുക, നിങ്ങൾ സ്റ്റാർ ഡാൻസിൻ്റെ അകത്ത് കയറുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ. വെൽക്കം ടു സ്റ്റാർ ഡാൻസ് ചലഞ്ച്, മേക്ക് പ്രൊജക്ട്സ്, ഷിപ്പ് പ്രൊജക്ട്സ്. മൊത്തം വായിക്കാൻ സമ്മതിച്ചില്ല, അങ്ങ് അടിച്ചു കളഞ്ഞ്. കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു സ്ലൈഡർ വന്നേക്കുന്നുണ്ടോ? ഈ സ്ലൈഡറിൻ്റെ അകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ കൊടുക്കണം. നിങ്ങൾ ആബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ ഐ ആം ന്യൂ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇവിടെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എന്നെപ്പോലെ ഭയങ്കര വലിയ പ്രോയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ എക്സ്പോർട്ടിലോട്ടാക്കി കൊടുത്തേരെ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പോർട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ പ്രൊജക്റ്റ് തൊട്ട് 2-3 പ്രൊജക്റ്റ് ചെയ്ത ഒരു നിസ്സാരക്കാരനാണെന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം പറയുകയാണ്, ഓക്കെ 43 പേര് അല്ലാതെ ഉണ്ട് സ്റ്റാർ ഡാൻസിൽ ഓൾറെഡി എന്നെപ്പോലെ. ഓക്കെ, നെക്സ്റ്റ് അടിക്കുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ടൈപ്പ് പ്രൊജക്ട്സാണെന്നുള്ളത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കും, ഹാർഡ്വെയർ ഞാൻ ചെയ്യാറില്ല, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഞാൻ ഉണ്ടാക്കും, വീഡിയോ ഗെയിംസ് ഉണ്ടാക്കും, AI ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല, പിന്നെ ആർട്ട് ആൻഡ് ഡിസൈൻ ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് എടുക്കുക. ഇനി ഇതിനകത്ത് ഒന്നും എനിക്ക് ബന്ധമില്ല, ഞാൻ പുതിയതായിട്ട് കയറുന്ന ഇതൊക്കെ എന്തോന്ന് എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഷുവർ യെറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വെബ്സൈറ്റ്, വീഡിയോ ഗെയിം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കൊടുത്തു. ആർട്ടും കൂടെ കൊടുത്തേക്കാം, പടമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. നെക്സ്റ്റ് അടിക്കുകയാണ്. അതിന് ശേഷം എന്താ പറയുക, 106 പേരുണ്ട് എന്നെ കണക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, ഞാൻ വീണ്ടും നെക്സ്റ്റ് അടിക്കുകയാണ്. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർ ഡാൻസിനെ കുറിച്ച് അറിഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവിടെ ഈ അതർ അടിച്ചിട്ട് അവിടെ റീനോന്ന് അടിച്ചോ. റീനോന്ന് അടിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണം ഫ്രണ്ടെന്ന് അടിക്കാം, ബ്രദറെന്ന് അടിക്കാം, അല്ലെങ്കിൽ യൂട്യൂബെന്ന് അടിക്കാം, എന്തുവേണേലും ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. റീനോന്ന് അടിക്കേണ്ടവർക്ക് അടിക്കാം, കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണല്ലോ അത് എടുത്തേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിക്കാം. ഓക്കെ, ഞാനിപ്പം റീനോന്ന് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുകയാണ്. അടിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം എന്താ വേണ്ടതെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കാം. കൊടുത്തിട്ട് ഗോ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഡാൻസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. സ്റ്റാർ ഡാൻസിൽ കയറിക്കഴിഞ്ഞാൽ ഇത് അവരിങ്ങനെ എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളെന്നൊക്കെ ഉള്ള ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഈ ഹോം എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ടാക്കിയ പ്രൊജക്ട്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാർ ഡാൻസിൻ്റെ അകത്ത് പിന്നെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കൊച്ചു ഇവൻറ്റ്സ്. അതൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രിക്ഷൻ ലെസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്മൂത്ത് ആക്കാനുള്ള എന്തെങ്കിലും പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തേലും ഒരു എന്താ പറയുക, കൂടുതൽ പ്രൈസ്, അതായത് മറ്റുള്ളവർക്ക് കിട്ടാത്ത കണക്കത്തെ പ്രൈസ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഓഫർ ചെയ്യുക. അങ്ങനത്തെയാണ് ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുക. പിന്നെ ഇവിടെ ഷോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. ജൂൺ 1 ശേഷം മിക്കവാറും
ഷോപ്പ് ഓപ്പൺ ആവും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് ചിലപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണുമായിരിക്കും. ഓക്കെ, ആ ഐറ്റംസ് എല്ലാം സ്റ്റാർ ഡാൻസിൻ്റെ ഒരു കറൻസി ഉണ്ട്, സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയും. ആ സ്റ്റാർ ഡസ്റ്റ് വെച്ചിട്ടാണ് ആ ഷോപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ഡസ്റ്റ് വെച്ചിട്ടേ നമുക്ക് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ സ്റ്റാർ ഡസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാമെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഈ റിസോഴ്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റാർ ഡാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്കൊരു ഗിറ്റബ് റിപ്പോസിറ്ററി എങ്ങനെ ഉണ്ടാക്കണം, അതേപോലെ ഡെവലോപ്സ് എങ്ങനെ എഴുതണം, ഗുഡ് കമ്മിറ്റ്സ് എങ്ങനെ എഴുതണ്ടേ, അതേപോലെ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ഷിപ്പ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ റിസോഴ്സസും ഇവിടെ ഉണ്ട്. പിന്നെ ഈ മൈ പ്രൊജക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാൽ നിങ്ങളുടെ പ്രൊഫൈലാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രൊജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, നിങ്ങളുടെ ഡെവലോപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, നിങ്ങളുടെ ഈ പ്രൊഫൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കംപ്ലീറ്റ് ഇൻ്റർഫേസ് ആണിത്. അപ്പോൾ ഈ സൈഡിലത്തെ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തോട്ടും പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും താഴെ ഈ കൊടുത്തേക്കുന്ന ഈ 0 കണക്ക് എഴുതിയിരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് സ്റ്റാർ ഡസ്റ്റ്. ഇപ്പോൾ എനിക്ക് 0 സ്റ്റാർ ഡസ്റ്റ് ആണുള്ളത്. പ്രൊജക്ട്സ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അത് വോട്ടിങ്ങിലൂടെ പോയിട്ട് അത് അക്സെപ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് സ്റ്റാർ ഡസ്റ്റ് കിട്ടൂ. ഓക്കെ, ആ വോട്ടിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ റേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സെക്ഷൻ കാണാം, അതിപ്പോൾ ലോക്ക്ഡാണ്. ആ സെക്ഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രൊജക്ട്സിനും വോട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊജക്ട്സ് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ പ്രൊജക്ട്സിൽ നിന്ന് സ്റ്റാർ ഡസ്റ്റ് കിട്ടുന്നത്. ആ സ്റ്റാർ ഡസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും, ഷോപ്പിൽ സ്പെൻഡ് ചെയ്ത സാധനങ്ങൾ വാങ്ങിക്കും. അത്രയ്ക്ക് സിമ്പിളാണ്. നിങ്ങൾ പ്രൊജക്ട്സ് ഉണ്ടാക്കുന്നു, അത് വോട്ടിങ്ങിന് പോകുന്നു, അത് ആളുകൾ വോട്ട് ചെയ്യുന്നു, ആൻഡ് അതിൽ നിന്ന് സ്റ്റാർ ഡസ്റ്റ് കിട്ടുന്നു, ഷോപ്പിൽ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യുന്നു. ഇത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ വരുത്തിയ ഒരു മിസ്റ്റേക്കാണ് ഹാക്കർ ടൈം സെറ്റ് ചെയ്തിട്ടില്ല. ഹാക്കർ ടൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ എഡിറ്റർ, നിങ്ങൾ ഏത് കോഡ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത് അതിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊജക്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കമ്പൾസറിയാണ്. വേറെ ഒരു കോംപ്രമൈസോ അതിൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഹാക്കർ ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ എത്ര മണിക്കൂർ കോഡ് ചെയ്യുന്നു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഹാക്ക് ക്ലബിൻ്റെ. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് hackertime.hackclub.com എന്ന് പറയുന്നത് ഈ ലിങ്ക് കണ്ടോ, അതിൽ പോവുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ വിത്ത് ഹാക്ക് ക്ലബ് എന്ന് കിടക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ആവും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഹാക്ക് ക്ലബ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട വീഡിയോ കണ്ട് ഹാക്ക് ക്ലബ് അക്കൗണ്ട് സെറ്റ് ചെയ്യുക, കേരള ഹാക്ക് ക്ലബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇവിടെ ഹാക്കർ ടൈമിൻ്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഡോക്സ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ, ഈ ഡോക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാൽ എല്ലാ എഡിറ്ററും ഇവിടെ ഉണ്ട്. നിങ്ങൾ VS Code ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ VS Code, IntelliJ IDEA ആണെങ്കിൽ അത്, സബ്ലൈം ടെക്സ്റ്റ് ആണെങ്കിൽ അത്, വിം ആണെങ്കിൽ വിം, കഴ്സർ, Z, അങ്ങനെ എല്ലാ എഡിറ്ററും ഇവിടെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് Z ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Z എടുത്തു കഴിഞ്ഞാൽ Z-ൽ എങ്ങനെയാണ് ഹാക്കർ ടൈം സെറ്റ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ കിട്ടും. VS Code ആണെങ്കിൽ VS Code-ൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാക്കർ ടൈം ഇൻസ്റ്റാൾ ചെയ്യും. ഈ ഹാക്കർ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാക്കർ ടൈമിൽ ചെയ്ത ആ ഒരു ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾ പ്രൊജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബേസിക്കലി ഹാക്ക് ക്ലബിൽ ടൈം ട്രാക്കിങ് വർക്ക് ചെയ്യുന്നത്. പ്രൊജക്ട്സിൻ്റെ ടൈമിൻ്റെ ആ ഒരു എഫർട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആൾ ഇട്ടിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ചോദിക്കും. ഇപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ക്രിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഡു യു ഹാവ് എൻ ഐഡിയ വാട്ട് ടു മേക്ക്? നോട്ട് യെറ്റ്. എനിക്കൊരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഇവൻറ്റ്, സ്മോൾ ആയിട്ടുള്ള ഇവൻറ്റിന് വേണ്ടിയാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലിങ്ക് ഹാക്കർ ടൈം ടു യുവർ പ്രൊജക്റ്റ് ടൈം എന്ന് കൊടുക്കുന്നുണ്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹാക്കർ ടൈം ഓതറൈസ് ചെയ്യാൻ പറ്റും. ഹാക്കർ ടൈം ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹാക്കർ ടൈം പ്രൊജക്ട്സ് എന്നും പറഞ്ഞ് ഇത് കാണിക്കുന്ന ഈ സെക്ഷൻ കണ്ടോ, ഇവിടെ നിങ്ങൾ ട്രാക്ക് ചെയ്ത ടൈം കാണിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് അടിച്ചാൽ ആ ടൈം ആ പ്രൊജക്റ്റിന് വേണ്ടിയുള്ളതാണെന്ന് രജിസ്റ്റർ ആവും. അങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട്സിന് വേണ്ടി ടൈം കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രൊജക്ട്സിന് വേണ്ടി ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ടൈമിനനുസരിച്ചുള്ള സ്റ്റാർ ഡസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് സമ്മറി ആയിട്ട് പറയാം. നിങ്ങൾ ഫസ്റ്റ് ഹാക്ക് ക്ലബിൽ ജോയിൻ ചെയ്യുക, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഇമെയിൽ കൊടുത്തും കയറാം, എന്നാൽ അത് ഒരുപാട് പുകയിലാണ്. നിങ്ങൾ ജസ്റ്റ് ഹാക്ക് ക്ലബിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന stardance.hackclub.com എന്ന് പറയുന്ന ആ ലിങ്കിൽ കയറി എന്ത് ചെയ്യുക, സ്റ്റാർ ഡാൻസിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ പോയിട്ട്
നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ, ഇത് ഈ കംപ്ലീറ്റ് ഇൻ്റർഫേസിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റും ചെയ്യാതെ തന്നെ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നത് വഴി ഫ്രീ ആയിട്ട് സ്റ്റിക്കർ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോപ്പിൽ പോവുക, ഇവിടെ സ്റ്റിക്കേഴ്സ് നടക്കുന്നിടത്ത് ഫ്രീ നടക്കുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗെറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 0 സ്റ്റാർ ഡസ്റ്റ് കൊടുത്ത് ഇവിടെ പ്രൈസ് കൊടുത്തേക്കുന്നുണ്ടോ, സ്റ്റാർ ഡസ്റ്റ് 0 ആണ്. 0 സ്റ്റാർ ഡസ്റ്റ് കൊടുത്ത് ഫ്രീ ആയിട്ട് സ്റ്റിക്കറുകൾ ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിക്കറുകൾ ഫ്രീ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾ പ്രൊജക്ട്സിൽ നിന്ന് ഏൺ ചെയ്ത സ്റ്റാർ ഡസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുക. നല്ല അടിപൊളി പ്രൈസസ് ഒക്കെയാണ് സ്റ്റാർ ഡാൻസിൽ വരാൻ പോകുന്നത്. ലാപ്ടോപ്സ് ഉണ്ട്, ഫോണുണ്ട്, 3D പ്രിൻ്റർ ഉണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഷോപ്പ് ഓപ്പൺ ആകുമ്പോഴേ നമുക്ക് അതിന് നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. പക്ഷേ എന്താണേലും നല്ല കിടിലം പ്രൊജക്ട്സ് നമുക്ക് സ്റ്റാർ ഡാൻസിലുണ്ടെന്ന് പറയാം. ഇനി നിങ്ങൾ സ്ലാക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർ ഡാൻസ് ഹെൽപ്പ് എന്ന് പറയുന്നൊരു ചാനലിൽ ഓട്ടോമാറ്റിക്കലി ജോയിനായി കാണും. അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാനലിൽ വന്ന് പറഞ്ഞാൽ മതി. ആൻഡ് അവരത് എന്ത് ചെയ്യും, റിസോൾവ് ചെയ്ത് തരും. ഈ സ്ലാക്ക് എന്തുവാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ഹാക്ക് ക്ലബിൻ്റെ വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞതെന്ന് മനസ്സിലാവും. ഓക്കെ, സ്ലാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, സ്ലാക്കിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണ്, അതിനകത്ത് എങ്ങനെയാണ് മെസ്സേജ് ഇടുന്നത്, ഇതൊക്കെ ഞാൻ ആ കഴിഞ്ഞ ഹാക്ക് ക്ലബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ആ വീഡിയോ പോയി കാണുക, ഹാക്ക് ക്ലബിൽ അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് സ്റ്റാർ ഡാൻസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രൈസസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതാണ് ഹാക്ക് ക്ലബിൻ്റെ സ്റ്റാർ ഡാൻസ് എന്ന് പറയുന്ന ഇവൻ്റ്. ഇതാണ്, നിങ്ങൾക്കിതിൽ പങ്കെടുക്കാം, അതിൻ്റെ അടിപൊളി പ്രൈസസ് നേടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്കിലിട്ടിട്ട് കാണുക. പിന്നെ ഹാക്ക് ക്ലബിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ബൈ.